നമ്മൾ നെയ്മീനാണ്. ഇത് കുറച്ച് ചെറിയ ഇതാണ്, മറ്റേ നല്ല വലിയതൊക്കെ ഉണ്ടാവും. ഇത് കുറച്ചൊരു ചെറുതാണ്. അതാണ് ഇപ്പൊ ഇന്ന് നമ്മൾ കറി വെക്കാനും വറക്കാനും കൊടുക്കുന്നത്. അതിന് പറ്റിയതാണ്, വറക്കാനൊക്കെ നല്ല ഉഗ്രനാണ്. അപ്പോൾ പാവയ്ക്ക, പിന്നെ നേന്ത്രക്കായ, മെഴുക്കുവരട്ടി ഉണ്ട്. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മുടെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മീൻ കറി ആദ്യമേ ഉണ്ടാക്കാം. അപ്പം വെച്ചാൽ നമുക്ക് ഒരൊറ്റ ചെറിയൊരു നെയ്മീൻ അതാണ് വാങ്ങിയത്. ഞാൻ ഒരു 400 ഗ്രാമോളേ ഉള്ളൂ, 1/2 കിലോന്റെ താഴെ ഉള്ളൂ. അത് മതി ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പോൾ അതാണ് നമ്മൾ പിന്നെ അവിടെ തന്നെ മുറിച്ച് ഒക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നാണ്. ഇനിയിപ്പോൾ നമുക്കതിൽ പിന്നെ കറിക്കുള്ളതും ഒക്കെ ആക്കി പിന്നെ പൊടികൾ ഇടാനേ ഉള്ളൂ. പിന്നെ നമ്മൾ 2 വറക്കുന്നുള്ളൂ. അപ്പോൾ അത് തുടങ്ങാണ് നമ്മൾ. അപ്പോൾ നമ്മൾ കറി വയ്ക്കാനുള്ളത് പിന്നെ വറക്കാൻ 2 അതവിടെ നിൽക്കട്ടെ. നമുക്ക് അതിലേക്കുള്ള ഒരു ചേരുവ തക്കാളിയും പച്ചമുളകും അത് അരിഞ്ഞ് ആദ്യം അതിൽ ചേർക്കാനുള്ളതാണ്. അത് ചെയ്യാം ആദ്യം. മീൻ പിന്നെ നമുക്ക് നന്നാക്കാനൊന്നുമില്ല, ഒക്കെ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്നാണ്. ഒന്ന് കഴുകിയെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. ഇതായിരിക്കും നമ്മൾ പുളി പിഴിഞ്ഞ് വാരാം ആദ്യം. ഞങ്ങൾ സാധാരണ വെക്കുന്ന പോലെ, നമ്മളൊരു സ്പെഷ്യൽ രീതിയിലൊന്നുമല്ല, നമ്മൾ സാധാരണ നമ്മൾ മൺചട്ടിയിൽ മസാല അരച്ചിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള കറി, വളരെ സിമ്പിളായിട്ടുള്ള കറി. ഇനിയിപ്പോൾ അതിൽ നമുക്കിതാ ഈ നുറുക്കിയതും അതൊക്കെയാണ് ചേർത്ത് കൊടുക്കാം. ഇത് വറക്കുന്നതിലേക്കുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, അത് നമുക്ക് ചേർത്ത് മസാല തിരുമ്പി അത് ആദ്യം ഇവിടെ വയ്ക്കാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ലേ വറക്കുള്ളൂ. അപ്പോൾ അവിടെ നിൽക്കട്ടെ, മസാലയ്ക്ക് ഒന്ന് പിടിച്ച് അവിടെ നിൽക്കട്ടെ. കറി വയ്ക്കുന്നതിലേക്ക് നമുക്കിതാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതാ ഉപ്പ്. ഇനി നമുക്ക് ഇതാ തേങ്ങ അരയ്ക്കണം. അപ്പോൾ നമുക്ക് ഒരു പാകത്തിനുള്ള തേങ്ങ ഉണ്ട് അത്യാവശ്യം, പിന്നെ അധികം ഇല്ലല്ലോ മീൻ. അപ്പോൾ പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നമ്മളിതാ പിന്നെ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. ഇനി അത് അരച്ചത് അതിലാണ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം വെന്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നല്ലപോലെ വെന്തു, എളുപ്പമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമുക്ക് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വറുത്തിടണം. കറി ഇവിടെ ആയി. നമുക്ക് ഇനി മീൻ വറക്കൽ, അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ മെഴുക്കുവരട്ടീൻ്റെ കാര്യങ്ങൾ നോക്കാൻ. നമ്മൾ ചെറിയ ചട്ടിയിലാണ്, അപ്പോൾ പിന്നെ വെച്ചാൽ ഒന്നേ പറ്റുള്ളൂ, 2 കഷ്ണമല്ലേ ഉള്ളൂ. അത് ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇത് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇടാം. ഇവിടെ ഇതും അടുത്തതും ഇട്ട് അത് നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമ്മളിതാ മീൻ വറുക്കൽ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതാ പാവയ്ക്ക, നല്ല പാവയ്ക്കയും പിന്നെ പച്ച നേന്ത്രക്കായും. ഇപ്പോൾ പയറാണെങ്കിലും അതേ രസമാണ്. എനിക്ക് ഈ ഒരു 3 കഷ്ണങ്ങളും എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അത് നല്ലൊരു ചേർച്ചയാണ് മെഴുക്കുവരട്ടിക്ക്. നമ്മൾ പാവയ്ക്ക് കായയാണ് ഇന്ന്, ഇപ്പോൾ ഇത് രണ്ടുകൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതാ പാവയ്ക്ക നമുക്ക് കനം കുറച്ച് വട്ടത്തിൽ അങ്ങോട്ട് നുറുക്കിയെടുക്കാം.
പിന്നെ ഇതാ നമുക്ക് കായ നമുക്ക് അത് 4 ഈറാക്കി ചെറുതാക്കി ഇങ്ങനെ ഉണ്ട് അത് നുറുക്കാം. പിന്നെ നമുക്ക് പച്ചമുളക് അത് കീറിയിടുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വലിയ ചട്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളത് ചെറിയൊരു വെള്ളത്തിൽ വേവിച്ച് വലിച്ചെടുത്തു. പിന്നെ നമ്മൾ പച്ച വെളിച്ചെണ്ണയും തുളിച്ചിട്ടുണ്ട്, മെഴുക്ക് വരട്ടി. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ നെയ്മീൻ കറി, നമുക്ക് 2 കഷ്ണം കറി വെച്ചത്, പിന്നെ ഇതാ ഒരു വറുത്ത കഷ്ണം, പിന്നെ ഇതാ നമ്മൾ മെഴുക്ക് വരട്ടി, പപ്പടം കാച്ചിയത്. അപ്പം അങ്ങനെയാണ് ഇപ്പം ഇന്ന് നല്ലൊരു മീൻകറി മീൻ വറുത്തു അതന്നെ. പിന്നെ അത് നമ്മളെ മെഴുക്ക് വരട്ടി നല്ല നല്ല മെഴുക്ക് വരട്ടിയാണ് ഇന്നത്തെ. വറുക്കാനും കറി വയ്ക്കാനും പറ്റിയ മീൻ തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.